തുടങ്ങിയ ആധുനിക പ്ലാന്റേഷൻ വ്യവസായമാണ് നടത്തുന്നത്. വളരെ ലാഭകരമായിട്ട് നടക്കുന്ന വ്യവസായമാണിത്. ഈ വ്യവസായത്തിന്റെ ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം തുടങ്ങിയ 4 ജില്ലകളിലുള്ള 30,000 ഏക്കർ ഭൂമിയിൽ നിന്നും ഹാരിസൺ മലയാളം പ്ലാന്റേഷനോട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി സർക്കാർ നിയോഗിച്ച രാജമാണിക്യം ഉത്തരവിറക്കിയിരിക്കുകയാണ്. അത് ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് ആ ഉത്തരവ്. അവശേഷിക്കുന്ന 40,000 ഏക്കർ തൃശ്ശൂരിലും വയനാട്ടിലുമുള്ളതടക്കം തുടർ നടപടിയിലൂടെ ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഹാരിസന് കേരളത്തിൽ സ്വന്തമായി 1 സെന്റ് സ്ഥലം പോലുമില്ല. ഇന്ന് ഹാരിസൺ കൈവശം വച്ചിരിക്കുന്ന ഭൂമി ബ്രിട്ടീഷ് സാഹിബ് ഹാരിസൺ 1900-കളുടെ ആരംഭത്തിൽ ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത റബ്ബർ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആ കമ്പനി കൊച്ചി രാജാവിൽ നിന്നും തിരുവിതാംകൂർ രാജാവിൽ നിന്നും 1907 മുതൽ ഏതാണ്ട് 30,000 ഏക്കർ ഭൂമി 2 രൂപ നിരക്കിൽ പാട്ടക്കരാറിലൂടെ ഏറ്റെടുക്കേണ്ടായി. ആ പാട്ടക്കരാറ് അനുസരിച്ചുള്ള ഭൂമിയാണ് ഇന്ന് ഗോയങ്ക ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ. 1973 ഫെറാ നിയമം അനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് വിദേശികൾക്ക് ഭൂമി കൈവശം വയ്ക്കാനുള്ള അധികാരം ഇല്ലാതായി. അതിനെ തുടർന്ന് ബില്ല് പാർലമെന്റിൽ വരുന്നതിന് മുമ്പ് തന്നെ കണ്ണൻദേവൻ കമ്പനി അവരുടെ എസ്റ്റേറ്റുകൾ മുഴുവനും ടാറ്റയ്ക്ക് കൈമാറി. ആ രീതിയിൽ രാജ്യത്ത് ഭൂമി ഉണ്ടായിരുന്നവർ കൈമാറി. എന്നാൽ ഹാരിസന് 1980 ഈ ഭൂമി ഹാരിസൺ സാഹിബിൽ നിന്നും ഗോയങ്ക ഗ്രൂപ്പിന് കൈമാറിയിട്ടുള്ളത്. ഇത് പാട്ടക്കരാറിന് വിരുദ്ധമാണ്. ഇന്ന് സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് എത്തിയത് TUC യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ്. 2002 റബ്ബറിന്റെ വിലയിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ മറവില് മുപ്പലിവാലിയിലുള്ള 6000 ഏക്കർ ഭൂമിയിലെ റബ്ബർ ഭൂമിയില് പ്രായമായ മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ റീപ്ലാന്റ് ചെയ്യാതെ കണ്ട് കൈതച്ചക്ക, വാഴ, കപ്പ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മറച്ചുപാട്ട കരാർ കൊടുത്തു. ഈ മറച്ചുപാട്ട കരാറിന് ഇടതുപക്ഷ യൂണിയനുള്ള CITയും AITUCയും അതുപോലെ തന്നെ INTUC യൂണിയനും കമ്പനി മാനേജ്മെന്റ് അനുകൂലമായി അവരുമായി രഹസ്യ ധാരണയുണ്ടാക്കിക്കൊണ്ടാണ് ഭൂമി കൈമാറിയത്. ഏക്കറിന് 2 രൂപയ്ക്കെടുത്ത ഭൂമി 7000 രൂപ ഏക്കറിനാണ് മറച്ചുപാട്ടത്തിന് കൊടുത്തത്. ഇത് സംബന്ധിച്ച് TUC കൊടുത്ത പരാതിയില് ഫോറസ്റ്റുകാർ പറഞ്ഞ് പാട്ടക്കരാറില്ലെന്നാണ്. പിന്നീട് പാട്ടക്കരാർ കണ്ടെത്തി യൂണിയന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പാട്ടക്കരാറിൽ 2 രൂപയാണ് പാട്ടം നിശ്ചയിച്ചിരുന്നത്. അതിന് മറ്റൊരു വ്യവസ്ഥ, പാട്ടക്കരാർ ലംഘിച്ച് റബ്ബറല്ലാത്ത അദ്ദേഹത്തിൻ്റെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ കമ്പനി മാനേജ്മെന്റിന് 6 മാസം നോട്ടീസ് നൽകി പാട്ടക്കരാർ ലംഘിച്ച എസ്റ്റേറ്റ് ഏറ്റെടുക്കാനായിട്ട് പാട്ടം കൊടുത്ത അതിന് അധികാരമുള്ള കൺസർവേറ്റർക്ക് അധികാരമുണ്ടെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടാണ് മറച്ചുപാട്ടത്തിന് കൊടുത്തത്. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കളക്ടർ അടക്കമുള്ള അധികാരികളും പറഞ്ഞത് പാട്ടക്കരാറിന് മറ്റൊരു വ്യവസ്ഥയുണ്ട്, ക്യാഷ് ക്രോപ്പ് കൃഷി ചെയ്യാമെന്നാണ്. എന്നാൽ അതിനെ സംബന്ധിച്ച് ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് ക്യാഷ് ക്രോപ്പ് എന്നുള്ള തിരിച്ചതാണ് ക്യാച്ച് ക്രോപ്പായിരുന്നു. അത് കണ്ടെത്തി ഞങ്ങൾ പരാതി കൊടുത്തതോടുകൂടി ക്യാച്ച് ക്രോപ്പ് എന്ന് പറയുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട പയറുവർഗത്തിൽപ്പെട്ട ചെടികൾ വളക്കൂടിന് വേണ്ടി
നട്ടു വളർത്തുകയും അത് ഉഴുതു മണ്ണിന്റെ വളക്കൂറുണ്ടാക്കുന്നതാണ്. അതാണ് ക്യാഷ് ക്രോപ്പാക്കി മാറ്റിയത്. അത് വെച്ചുകൊണ്ട് പാട്ടക്കരാറ് ലംഘിച്ച 6000 ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് TUC ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ മാസം 30-ാം തീയതി എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവിട്ടു. അത് മാനേജ്മെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു 6 മാസം നോട്ടീസ് കൊടുത്തില്ല. അതിന്റെ ഫലമായിട്ട് ഭൂമി ഏറ്റെടുത്ത നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതിനെതിരെ യൂണിയൻ ഹർജി കൊടുക്കുകയും അതുകൊണ്ട് ഈ ഏറ്റെടുക്കൽ ഷോക്കോസായി കണക്കാക്കാനും മാനേജ്മെന്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. എന്നാൽ മാനേജ്മെന്റിന് ആ കാര്യത്തിൽ ഷോക്കോസിനെതിരായി കാര്യമായിട്ടൊരു മറുപടിയും കൊടുക്കാനില്ലായിരുന്നു. എന്നാൽ UDF ഗവൺമെന്റ് തുടർ നടപടികൾ ഉണ്ടായില്ല. തുടർന്ന് യൂണിയൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഷോക്കോസ് നോട്ടീസ് വീണ്ടും കൊടുക്കുകയും എന്നാൽ ഭൂമി ഏറ്റെടുത്തില്ല. ഇതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും 2008 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുന്ന സർക്കാരിന് വിരോധമില്ലെന്ന് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് അതിന് അനുമതി കൊടുത്തുകൊണ്ട് നിയമാനുസൃതമായി ഭൂമി ഏറ്റെടുക്കാൻ അനുമതി കൊടുത്തുകൊണ്ട് റിട്ട് ഡിസ്മിസ് ചെയ്തു. അതിനെ തുടർന്നാണ് പ്രിൻസിപ്പൽ കൺസർവേറ്റർ എസ്റ്റേറ്റ് ഏറ്റെടുക്കുകയും 2008 ഫെബ്രുവരി മാസം 7-ാം തീയതി എസ്റ്റേറ്റ് ഏറ്റെടുത്ത ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി ഞായറാഴ്ച എസ്റ്റേറ്റിലെത്തുകയും ചെയ്തു. CIT യൂണിയന്റെയും INTUC യൂണിയന്റെയും ബിനോയ് വിശ്വൻ വകുപ്പ് മന്ത്രിയായിട്ടുള്ള AITUC യുടെ നേതൃത്വത്തിൽ എസ്റ്റേറ്റിലെ 100 കണക്കിന് തൊഴിലാളികളെ മാനേജ്മെന്റ് സംഘടിപ്പിച്ച് യൂണിയൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ വന്നവരെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അന്ന് തന്നെ ഞായറാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോടതി കൂടുകയും ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. പിറ്റേ ദിവസം ഗവൺമെന്റിന്റെ ഉത്തരവ് ഹൈക്കോടതി മുമ്പാകെ ഇല്ലാതെയാണ് സ്റ്റേ ചെയ്തതെന്നും സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ആദരണീയമായ കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത് ഇരിങ്ങാലക്കുട സബ് കോടതിയിൽ കേസ് കേൾക്കണമെന്ന് പറയുകയുണ്ടായി. ഇതുവരെയും ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനോ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനോ UDF ഗവൺമെന്റ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജസ്റ്റിസ് മനോഹരൻ കമ്മിറ്റിയെയും വയ്ക്കുകയും ആ കമ്മിറ്റിയുടെ കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് ഈ 30,000 ഏക്കർ ഭൂമിക്ക് പകരം 70,000 ഏക്കർ ഭൂമി കൈവശമുള്ളത് എല്ലാം തന്നെ 40,000 ഏക്കർ വരുന്ന ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്നും ഈ 30,000 ഏക്കർ ഭൂമിക്ക് തന്നെ രേഖകളില്ലെന്നും അത് ഇതിനുള്ള കള്ളരേഖകൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പാട്ടക്കരാർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതും അത് കള്ളരേഖ ലണ്ടനിൽ വെച്ചുണ്ടാക്കിയതാണെന്നും അതിലെ ഒപ്പും മുദ്രയും കളവാണെന്നും ഈ എസ്റ്റേറ്റുകളെല്ലാം തന്നെ 99 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തതാണെന്നും അത് പെർപെച്വൽ ലീസ് കുത്തകപ്പാട്ടമാക്കി ഇംഗ്ലീഷിൽ മാറ്റിയതാണെന്നും അതിന് ആ രീതിയിൽ എല്ലാ രേഖകളും ഗവൺമെന്റിന് മുമ്പാകെ ഏറെക്കുറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുമ്പാകെ തന്നെ വന്നിരുന്നു. അതിന്റെ തുടർ നടപടികൾ നിരന്തരമായി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ട് കാര്യത്തിൽ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന പല വക്കീലന്മാരും ഇന്ന് ആദരണീയമായ കോടതിയിൽ എത്തിയിട്ടുമുണ്ട്. എല്ലാവരുടെ സഹായത്തോടു കൂടിയും അത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴ് ഏറെക്കുറെ പൈകൾ നടന്നിട്ടില്ലെങ്കിലും ഈ കാര്യത്തിൽ ഉത്തരവുണ്ടായിരിക്കുകയാണ് 70,000 ഏക്കർ ഏറ്റെടുക്കാൻ. ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഗവൺമെന്റ് അതിന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് ഹാരിസൺ ചെയ്യാൻ പോകുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് തർക്കമുണ്ടാക്കുകയും 2008 മുപ്പളിവാരിയിൽ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ വന്നപ്പോഴുണ്ടായ രീതിയിലേക്ക് അരാജകത്വം ഉണ്ടാക്കിക്കൊണ്ട് തൊഴിലാളികളുടെ ഇടയിൽ അസംതൃപ്തി ഉണ്ടാക്കുകയും അവരുടെ ചട്ടങ്ങളായ തൊഴിലാളി യൂണിയനുകൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്ന തെരുവിലേക്ക് വലിച്ചുകൊണ്ടുവരും. അത് തടയുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ
ഓർഡിനൻസ് ഇറക്കിക്കൊണ്ട് ഈ ഭൂമി മുഴുവനും താൽക്കാലികമായി പ്ലാന്റേഷൻ കോർപ്പറേഷനെ ചുമതലയേൽപ്പിക്കുകയും തൊഴിലാളികളുടെ വേതനവും അവരുടെ തൊഴിലും സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി യൂണിയനുകളുടെ കൂടിയാലോചന വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും കൂടിയാലോചന വിളിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമുണ്ടാക്കിക്കൊണ്ട് ഈ 70,000 ഏക്കർ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് നടക്കുന്ന ആഗോളവൽക്കരണ നയം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സമ്പത്താകെ തന്നെ സ്വകാര്യ മുതലാളിമാർക്ക് തീർവെഴുതി കൊടുക്കലാണ്. ഭരണഘടനാപരമായിട്ടുള്ള കരികൾ മുഴുവനും കരാർ കൊടുത്തും അല്ലാതെയും കൊടുക്കുന്നത് അതിന് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാകുന്നുണ്ട് നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളാകെ തന്നെ പെട്രോളിയം ഖനിയും അതുപോലെ വിതരണവും പൂർണ്ണമായിട്ട് സ്വകാര്യ മുതലാളിമാർക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ രാജ്യത്തിന്റെ സമ്പത്താകെ തന്നെ ജനങ്ങളുടെ സമ്പത്താകെ തന്നെ സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറുന്ന നടപടിയാണ് ആഗോളവൽക്കരണത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കാനായിട്ട് സർക്കാർ തയ്യാറാകുമ്പോൾ അതിന് പിന്തുണ കൊടുക്കേണ്ടതാണ്. ഇത് യു.ഡി.എഫ് സർക്കാർ വിശ്വസിക്കാനാകില്ല. ഈ കാര്യത്തിൽ 70,000 ഏക്കർ രാജ്യത്തിന്റെ സമ്പത്ത് ഏറ്റെടുത്തുകൊണ്ട് അത് രാജ്യത്തിന്റെ ഉടമസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് തൊഴിലാളികളുടെ തൊഴിലും ഈ വ്യവസായത്തെ സംരക്ഷിച്ചുകൊണ്ട് ഏതാണ്ട് 20,000-ഓളം വരും തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷനില് കാലടി പ്ലാന്റേഷൻ പോലെ അത് നടത്തിക്കൊണ്ടുപോകാൻ സ്ഥിരം സംവിധാനവും അതിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉണ്ടാകുന്നതിലേക്ക് സർക്കാരിന്റെ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് TUC യൂണിയൻ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട അവർക്കെല്ലാം തന്നെ നിവേദനം നൽകിയിട്ടുണ്ട്.